വണ്ടിയുടെ ഏറ്റവും വലിയ മെനക്കെട്ട കംപ്ലൈൻ്റ് ആയിട്ടാണ് നമ്മുടെ സ്റ്റാൻഡ് അങ്ങോട്ട് പൊട്ടി പോകും. ഹലോ മൈ ഫ്രണ്ട്സ്, എല്ലാവരും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ 2 ദിവസം നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇന്ന് വണ്ടി മൊത്തമായിട്ടൊന്ന് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ വണ്ടിയുടെ ഏറ്റവും വലിയ മെനക്കെട്ട കംപ്ലൈൻ്റ് ആയിട്ടാണ് നമ്മുടെ സ്റ്റാൻഡ് അങ്ങോട്ട് പൊട്ടി പോകുന്നത്. അത് ആദ്യം പൊട്ടി പോകുന്നില്ല, അതിൻ്റെ വെൽഡ് ചെയ്തൊക്കെ വിട്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം തന്നെ പോയിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് വെൽഡ് ചെയ്യിപ്പിച്ച് വെൽഡിങ്ങിൻ്റെ അല്ലേ അവിടെ പോയിട്ട് വെൽഡ് ചെയ്യിപ്പിക്കുക ചെയ്തു കിട്ടാം. പക്ഷേ കാര്യം ഡെയിലി സംഭവം അന്ന് തന്നെ അഴിഞ്ഞു പോന്നു. അപ്പോൾ പിന്നെ 2 ദിവസം ഷോറൂമിൽ കൊണ്ടെടുത്തു, സ്റ്റാൻഡ് വെൽഡ് ചെയ്യിപ്പിച്ചു, അതുപോലെ തന്നെ വണ്ടി സർവീസ് ചെയ്തു. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവരെ ഷോറൂമിൽ നിന്ന് വാട്ടർ സർവീസ് ചെയ്തില്ല, അതുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ ചളിയിട്ടാണ്. മെയിനായിട്ട് ബാറ്ററി ചെക്കിങ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ 2 സ്ക്രൂ വേണ്ട ഈ സംഭവം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നു. പക്ഷേ അയക്കാൻ കിട്ടാത്താൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഏതായാലും അവർ സ്ക്രൂ 2 തന്നിട്ടുണ്ട്. ഇനി അങ്ങനെ സംഭവം അഴിഞ്ഞ് പോരുകയാണെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതായാലും പിന്നെ അതുപോലെ തന്നെ നിറച്ച് പൊടിയാട്ടോ വണ്ടിയുമേ. പിന്നെ ഏതായാലും ഒന്ന് വണ്ടി മൊത്തമായിട്ടൊന്ന് കഴുകണം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് എടുക്കുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഷോറൂമിൽ മിക്കയായിട്ടും ഇതിൻ്റെ വാട്ടർ സർവീസ് അങ്ങനത്തെ കാര്യം നമ്മൾ സർവീസിനായിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോൾ വാട്ടർ സർവീസ് ഒന്നും ചെയ്ത് തരില്ല. അതുപോലെ തന്നെ മെയിനായിട്ട് ഇതിൻ്റെ ബാറ്ററി ചെക്കിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിക്ക് തീരെ കാനില്ലാത്ത വണ്ടിയല്ലേ, അതുകൊണ്ട് കുണ്ടുമൂഴിക്കോടൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇളകും, ബോഡിയൊക്കെ ഇളകും. അതുപോലെ തന്നെ കുറേ അധികം കാര്യങ്ങൾ ഈ ബാറ്ററി വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാണ്ട്. അതുപോലെ ഓടിക്കുമ്പോൾ അതെ ഞങ്ങൾ കുണ്ടുമൂഴിക്കോട സാധാ പെട്രോൾ വണ്ടിയൊക്കെ നമ്മൾ നന്നായി പഠിപ്പിച്ച് ഓടിക്കുന്ന പോലെ ഇതങ്ങനെ ഓടിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ബോഡിയൊക്കെ നന്നായിട്ട് ഇളക്കുള്ള ബോഡിയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി ഒന്ന് കഴുകി മിനിക്ക് വെക്കാട്ടാ. കഴുകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതാണ് കഴുകാനുള്ള ഐറ്റം. അപ്പോൾ ആദ്യം നമുക്ക് വണ്ടിയുടെ ബോഡിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ, ആകെ പൊടിയല്ലേ. നമുക്ക് നന്നായിട്ട് നമ്മുടെ ഷാമ്പുട്ട് കത്തിക്കാട്ടാം. ക്യാമറ ഒരു കയ്യിലുള്ള കാരണം നേരിച്ച് വണ്ടി കഴുകാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം. മറ്റേ ക്യാമറക്ക് സെറ്റ് ചെയ്യാൻ സംഭവം ഉണ്ടാകും. അപ്പോൾ മാമാളൊന്നും വന്നപ്പോൾ അതിന് പിന്നെ നമുക്കത് അതിൻ്റെ മറ്റേ ക്യാമറ നമുക്ക് കുറച്ച് ദൂരം മറ്റേ ഓണാക്കാനുള്ള സ്വിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അത് നാശമായി അതിനെ പുതിയത് പറഞ്ഞ വാങ്ങി. അപ്പോൾ നമുക്കിനി ഷാമ്പുട്ട് വണ്ടി തന്നെ കയറാം. അടുത്തുള്ള വന്നാൽ കാണിച്ചു കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. അടുത്ത് വന്നു ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി കഴിക്കൽ കഴിഞ്ഞപ്പോൾ അതാ കുട്ടപ്പൻ തന്നെ. എന്താണ് വണ്ടി കഴിക്കാൻ വരാൻ നേരം വൈകി? പറയൂ. പറയ് നമ്മുടെ വണ്ടി കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇപ്പം എങ്ങനെ കുട്ടപ്പനായില്ലേ? അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുക്കണവരൊക്കെ ശ്രദ്ധിക്കുക. സ്റ്റാൻഡൊക്കെ എന്താ വെച്ചാൽ ഇത് ആകെ എടുത്തിട്ടാകെ 1 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. സ്റ്റാൻഡ് ഒടിഞ്ഞ് ബാക്കിയുള്ള സ്ക്രൂകൾ മൊത്തം തുരുമ്പ് പിടിച്ച് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ഇരിക്കും വണ്ടിയൊക്കെ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്കും കൊടുക്കുക. അപ്പോൾ ശരി, അപ്പോൾ ഇന്നാളാണ്.